ജോൺ കിരി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളെന്നുള്ളത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണിത്. തെക്കൻ ഗുരുവായൂരെന്നും അമ്പലപ്പുഴ ക്ഷേത്രത്തെ വിളിക്കാറുണ്ട്. അമ്പലപ്പുഴയുടെ പഴയ പേര് ചെമ്പകശ്ശേരി എന്നാണ്. ചെമ്പകശ്ശേരി ഭരിച്ചിരുന്നത് ദേവനാരായണൻ രാജാക്കന്മാരായിരുന്നു. ദേവനാരായണൻ എന്നത് ഇവിടം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ മാറാപ്പേരാണ്, അല്ലെങ്കിൽ സ്ഥാനപ്പേരാണ്. പൂരാടം തിരുനാൾ ദേവനാരായണൻ രാജാവ് AD 1545 അമ്പലപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തമായത് പാൽപ്പായസം ആണ്, ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ നേർച്ച. അപ്പോൾ ഇത് ഏതാണ്ട് ഉച്ചയോടുകൂടിയേ നമുക്ക് ലഭിക്കത്തുള്ളൂ. പാർത്ഥസാരഥിക്ക് നിവേദിക്കുന്നതിനായി പാൽപ്പായസം ശ്രീകോവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്ഷേത്രത്തിന് മുകളിൽ കൃഷ്ണപ്പരുന്തുകൾ വട്ടമിട്ട് പറക്കാറുണ്ടായിരിക്കും. പാർത്ഥസാരഥിയുടെ ചൈതന്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. മീനമാസത്തിലെ തിരുവോണത്തിൽ ആറാട്ടായി ഉത്സവം 10 ദിവസമാണ് നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രം. കുറിച്ചിയിൽ നിന്നും കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സന്താന ഗോപാലത്തിൻ്റെ ഭാഗമായി ഭഗവാൻ അർജുനന് സമ്മാനിച്ച വിഗ്രഹങ്ങളിൽ ഒന്നാണിത്. അത് ഒന്ന് ഗുരുവായൂരും ഒന്ന് ചോറ്റാനിക്കരയും ഒന്ന് കുറിച്ചിയിലുമാണ്. അപ്പോൾ കുറിച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് അമ്പലപ്പുഴയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. രാജാവ് കുറിച്ചിയിൽ നിന്നും പരിവാരങ്ങളുമായി വിഗ്രഹങ്ങൾ കൊണ്ട് അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ അമ്പലപ്പുഴയിലെ ജനങ്ങൾ വർണ്ണാഭമായ വള്ളങ്ങളിൽ ഇതിനെ അനുഗമിച്ചു. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടത്തുന്നത്. വിഗ്രഹ പ്രതിഷ്ഠാ സമയത്ത് ഉറയ്ക്കാതിരുന്ന വിഗ്രഹം നാറാണത്ത് ഭ്രാന്തൻ വരികയും വിഗ്രഹം ഉറപ്പിച്ചു എന്നുമാണ് ഐതിഹ്യം. ക്ഷാമകാലത്ത് തലവടി സ്വദേശിയായിരുന്ന ബ്രാഹ്മണനിൽ നിന്നും നെല്ല് രാജാവ് കടമായി വാങ്ങിയിരുന്നു. അത് സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതിനാൽ അയാൾ കിഴക്കേ നടയിൽ വരികയും തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ നെല്ല് തിരികെ തരാതെ ഇവിടുത്തെ ഉച്ചപൂജ നടത്താൻ പാടില്ല എന്ന് ശപഥം ചെയ്യുകയും ചെയ്തു. അങ്ങനെ രാജാവ് തൻ്റെ മന്ത്രിയോട് ഇക്കാര്യം പറയുകയും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള മുഴുവൻ കരക്കാരോടും നെല്ല് അമ്പലത്തിലെത്തിക്കാൻ പറയുകയും അങ്ങനെ മുഴുവൻ കരക്കാരും നെല്ല് കൊണ്ടുവരികയും ആ നെല്ല് ഉച്ചപൂജയ്ക്ക് മുമ്പ് അവിടെ നിന്നും എടുത്തു മാറ്റണമെന്ന് മന്ത്രി ബ്രാഹ്മണനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ആരും തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ആ നെല്ല് അമ്പലത്തിൽ ഏൽപ്പിച്ചിട്ട് ബ്രാഹ്മണൻ അത് എല്ലാ ദിവസവും പാൽപ്പായസം വെച്ച് കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ട് തിരികെ പോയി എന്നുമാണ് ഐതിഹ്യം. ഇതിനെ തുടർന്നാണ് ഈ പാൽപ്പായസം അമ്പലപ്പുഴ പാൽപ്പായസം നേർച്ച തുടങ്ങുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പം നിരവധി ഐതിഹ്യങ്ങളും പ്രത്യേകതകളുമുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒറ്റക്കല്ലിൽ തീർത്ത വിളക്കുകൾ, കൽവിളക്കുകൾ ധാരാളമായി കാണാം. അതുപോലെ തന്നെ നമ്മുടെ ജനകീയ കവിയായിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചറിയാം. ചാക്യാർ കൂത്ത് നടത്തുന്ന സമയത്ത് ഉറങ്ങിപ്പോവുകയും അതിനെ തുടർന്ന് ചാക്യാർ കളിയാക്കുകയും ഇതിനെ തുടർന്ന് പുതിയൊരു കലാരൂപത്തിന് അദ്ദേഹം രൂപം കൊടുക്കുകയും ചെയ്തു. അതാണ് പ്രശസ്തമായ ഓട്ടംതുള്ളൽ. ആ ഓട്ടംതുള്ളലിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന മിഴാവ് ഇവിടെ നമ്മുടെ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കളിത്തട്ടിൽ കാണാൻ കഴിയും. അപ്പം ഭക്തജനങ്ങൾക്ക് ഇത് ഏറ്റവും പ്രശസ്തമായ ഒരു
ക്ഷേത്രമെന്ന നിലയിൽ തന്നെ സന്ദർശിക്കുവാനും അമ്പലപ്പുഴ പാൽപ്പായസം നേർച്ചയായി വാങ്ങുവാനും നമുക്ക് പ്രാർത്ഥിക്കുവാനുമൊക്കെ കഴിയും. ഇതാണ് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ്. ഇത്രയും വലുതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളൽ എന്ന കലാരൂപം ഉണ്ടാക്കിക്കൊണ്ട് സ്ഥാപിച്ചത്. ഇതാണ് അവിടുത്തെ ഒറ്റക്കൽ വിളക്കുകൾ. ഈ കൽവിളക്ക് ഒറ്റക്കല്ലിൽ തീർത്തതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാറയിൽ കൊത്തിയെടുത്ത വിളക്കാണ് ഈ കാണുന്നത്. ഇത് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ളതാണ്. അതിനോട് ചേർന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു ഗാർഡനാണ്. അതിനകത്തൊരു ആനയുടെ സ്റ്റാച്യുവും ഒരു മനോഹരമായ ഗാർഡനുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടുത്തെ പൂജാതി കർമ്മങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശവും കാര്യങ്ങളുമൊക്കെ നമുക്കവിടെ കിട്ടും. ഏതൊക്കെ തരത്തിലുള്ള പൂജകളാണ് അവിടെ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ട്, അവരത് പറഞ്ഞു തരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മേടിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ കയറുന്നതിന് മുമ്പ് ക്ഷേത്രക്കുളത്തിൽ കാല് വൃത്തിയായി കഴിയതിന് ശേഷമാണ് അകത്തേക്ക് കയറുന്നത്. അപ്പം അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ച് ഞങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.